His front right hand is held in Abhayahasta. ദ കൈലാസ ഇൻ എല്ലോറ. ഒരു കരിങ്കൽമലയെ മുഴുവൻ കൈലാസമാക്കി മാറ്റിയ ഈ കരവിരുതിനോട് ഇന്നത്തെ ഏത് ക്ഷേത്രത്തിനാണ് കിടപിടിക്കാനാവുക? ഇറ്റ്സ് സിംപ്ലി മാർവലസ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അപ്പോൾ നമ്മുടെ ഡേ 29 നമ്മൾ 6 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ആകെ പ്രശ്നമായി. രാത്രി റൂമിൽ AC വർക്ക് ചെയ്യാണ്ടായി, വെള്ളം പ്രോപ്പറായിട്ട് വരാണ്ടായി. അങ്ങനെ ആകെ ഒരു 11-12 മണി വരെ പ്രശ്നമായിരുന്നു. റൂം മാറ്റിത്തരലും അങ്ങനെയൊക്കെ കുറേ അതെ 2 റൂം ബുക്ക് ചെയ്തു. ഇത് മാറ്റി അതാക്കി, അത് മാറ്റി ഇതാക്കി, ഇതിൻ്റെ കീം തന്നു കയ്യിൽ. അങ്ങനെ ആകെ മൊത്തം 3-4 മുറി കിട്ടി നമുക്ക്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വേഗം ഉറങ്ങാൻ ലേറ്റായി. അത് കാരണം എനിക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടായി. എന്തായാലും വേഗം 8 മണി ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇൻഡോറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡോർ വിടുകയാണ്. വൃത്തിയുടെ നഗരം വിട്ടു പോകുന്നു. ഇൻഡോർ ഇപ്പം തന്നെ ഡെവലപ്ഡാണ്. ഏതായാലും മെട്രോ ഒക്കെ വരുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ ഡെവലപ്ഡ് ആവും. എന്തായാലും കാലത്ത് തന്നെ സൈഡൊക്കെ അടിച്ചു വരുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഇന്ന് പരിപാടി ഇന്നലെ നമ്മൾ വിചാരിച്ച അജന്തയിലേക്ക് പോകാമെന്നാണ്. പക്ഷെ ഇപ്പോൾ റോഡ് കാണിക്കുന്നത് 399 കിലോമീറ്റേഴ്സ് എല്ലോറയ്ക്ക് ഉണ്ടെങ്കിലും സെയിം ദൂരമാണ്, 7.5 മണിക്കൂർ തന്നെയാണ്. അജന്തയിലേക്ക് 310 കിലോമീറ്റേഴ്സാണ്, പക്ഷെ അവിടെ 7.5 മണിക്കൂറാണ്. അപ്പോൾ റോഡ് നല്ലത് നമ്മൾ സപ്പോസ് ചെയ്തു ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലോറയ്ക്ക് പോകല്ലേ? അപ്പോൾ എല്ലോറ ആദ്യം കാണാം, എന്നിട്ട് അജന്തയിലേക്ക് നാളെ പോവാം. ചെന്നിട്ട് ഒരു കരിയണ അവസ്ഥയിലായിരിക്കും കാണാൻ പറ്റുക. എന്നാലും കാരണം 5 മണിയാകുമ്പോൾ അടക്കിയതൊക്കെ. ഇത്തരം മോണുമെന്റ്സ് ഒക്കെ ശരിക്കും 9 to 5 മാറ്റിയിട്ട് ഏർലി മോർണിംഗ് തുറന്ന് വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ തുറന്ന് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പൊതുവെ എല്ലായിടത്തും അങ്ങനെ നമുക്ക് തോന്നി. കാരണം ഇന്ത്യൻ സമ്മർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പം അങ്ങനെ നല്ല റോഡാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നല്ല റോഡാണ്. അതെ ഇൻഡോർ നല്ലതായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് അജന്തയിൽ കാണാം, അല്ല എല്ലോറയിൽ കാണാം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നേരെ അജന്ത കേവ്സിൽ പോയിട്ട് അത് കണ്ടതിന് ശേഷം എല്ലോറ കേവ്സിൽ പോയി അവിടെ കാണാമെന്നാണ്. പക്ഷേ റൂട്ട് നോക്കിയപ്പോൾ അജന്ത കേവ്സിലേക്ക് 320 കിലോമീറ്റർ 7.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. അത് ഇൻഡോർ ഇച്ചാപ്പൂർ റോഡാണ്, ഹൈവേ ആണ്. എല്ലോറയിലേക്ക് നോക്കിയപ്പോൾ ആഗ്ര മുംബൈ ഹൈവേ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അത് 390 കിലോമീറ്റർ 7 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല റോഡ് ഇത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എല്ലോറയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നാളെ അജന്ത കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. നർമ്മദ നദിക്ക് കുറുകിയാണ് നമ്മൾ പോണത്. നർമ്മദ നദി നല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട്. നദിയോരത്ത് പല ഘാട്ടുകളുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ആളുകൾ നിന്ന് മുങ്ങി കുളിക്കുന്നത് കാണാം. ഇന്ത്യയിലെ പുണ്യനദികളായി കണക്കാക്കപ്പെടുന്ന 7 ഒരെണ്ണാണല്ലോ നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദയാണ്. മൊത്തം നദികളിൽ നീളത്തിൽ 5ാം സ്ഥാനമാണ് നർമ്മദയ്ക്ക്. നർമ്മദ അവിടെ മധ്യപ്രദേശിൽ ഉത്ഭവിച്ച് മഹാരാഷ്ട്ര ഗുജറാത്തിൽ കൂടെ ഒഴുകി അറബിക്കടലിൽ ചേരും. ആഗ്ര മുംബൈ എക്സ്പ്രസ് വേയിലെ നർമ്മദ ബ്രിഡ്ജ് 2 വരി ഇവിടെയും 2 വരി അവിടെയും. കൊള്ളാം. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റിൽ ബോർഡറിലേക്ക് എത്തും. മധ്യപ്രദേശ് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു കയറുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനുള്ളത് നമ്മുടെ നമ്പർ പ്ലേറ്റ് HSRP നമ്പർ പ്ലേറ്റ് ഇല്ല എന്നുള്ള വിഷയം 2-3 പ്രാവശ്യം നമ്മൾ ഫേസ് ചെയ്തുല്ലോ. ആദ്യം തന്നെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കടക്കുമ്പോൾ, കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കുമ്പോഴാണ് ആദ്യം പിടിച്ചത് പോലീസ്. അപ്പോൾ അത് വലിയ വിഷയമാണെന്ന് വിചാരിച്ചു. നമ്മൾ വിഷയമായിരുന്നു. പക്ഷെ നമ്മൾ ഞാൻ കൊളർമേക്കൊക്കെ വെച്ച് ഇറങ്ങി ചെന്ന് പുള്ളി ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യണം കണ്ടപ്പോൾ എന്ത് സംഭവം എന്നൊക്കെ ചോദിച്ചു. പിന്നെ ചിരിയായി കളി, ഫാമിലി റോഡ് ട്രിപ്പ് ട്രാവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിന് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്തിട്ട് നമ്മളെ ട്രാവലേ എൻജോയ് കരോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്പർ പ്ലേറ്റ് ശരിയാക്കിയോ, ഞങ്ങൾ പോയ ഉടനെ ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പോകണമല്ലോ. തിരിച്ചിനി ചെന്നിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആ സംഭവം സെറ്റ് ചെയ്യലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ മഹാരാഷ്ട്ര കയറാണ്. നമുക്ക് ഈ മഹാരാഷ്ട്രയിൽ ആദ്യം പിടിച്ചു കഴിഞ്ഞ് 2 സ്ഥലത്തും ഇന്നിലും ഔട്ടിലും പിടിച്ചിട്ട് നമ്മളെ വിട്ടു. ചേട്ടൻ നമ്മളോട് പതുക്കെ പോകുന്നത് കാണിക്കുന്നുണ്ട്. പതുക്കെ പോകുന്നത് നിങ്ങൾ വഴിയിലിരുന്നിട്ട് ഒരു പാവം ചേട്ടൻ. പക്ഷേ പഞ്ചാബിലെ അമൃത്സറൊന്നും കുഴപ്പമുണ്ടായില്ല. കാശ്മീരിൽ നിന്നപ്പോഴാണ് ആദ്യം ശരിക്കും ഫൈൻ അടിച്ചത്. ഗുജറാത്തും പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഗുജറാത്തും ഒരു അനക്കുണ്ടായില്ല. ഗുജറാത്ത് മുഴുവൻ നമ്മളിങ്ങനെ കറങ്ങി നടന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആരും മൈൻഡ് ചെയ്തും കൂടിയില്ല. പക്ഷേ കാശ്മീരിൽ
പിന്നെ കാശ്മീരാണല്ലോ, സെക്യൂരിറ്റി ഭയങ്കര ആണല്ലോ അവിടെ. അവിടെ കറക്റ്റ് പിടിച്ചു. 2000 ചെലാൻ തന്നിട്ട് 3000 വാങ്ങി. തിരിച്ച് ഇറങ്ങുമ്പോൾ ജലന്ധർ പോലീസ് ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു, ഭയങ്കര ഹാർഷായിട്ട്. ജയിലിലിടുന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തപ്പോ. ഇതാര് സോഷ്യൽ ആക്ടിവിസ്റ്റാ ഈ കുട്ടി, നമ്മളെ ഫാമിലി മൊത്തം ജയിലിലിടുന്നൊക്കെ എന്നിട്ട് ജാതി സ്വഭാവമായിരുന്നു. പിന്നെ പറിച്ചെടുക്കാൻ നോക്കി ഗോൾഡ് ഫിലിം ആദ്യം എടുക്കാൻ നോക്കല് ജാതി ഡ്രാമയായിരുന്നു. അങ്ങനെ രണ്ടിനും കൂടി 1000, 2000, 3000 രൂപ പോയി. അപ്പൊ അത് വേറെ കാര്യമുണ്ട്, ഗോൾഡ് ഫിലിം പറിച്ചു നോക്കണത് ഇല്ലീഗൽ അല്ല, അത് അവർക്ക് ചെയ്യാൻ പറ്റും. അതെ നിയമമനുസരിച്ച് അത് അവർക്ക് കാര്യമാണ്. എന്തായാലും ഗോൾഡ് ഫിലിം ഒന്നും പറ്റാണ്ട് അവിടെ ഇരുന്നു. അത് കാരണം ചൂടിന് കുറേ സമാധാനമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഹരിയാനയിൽ പ്രശ്നം ഉണ്ടായില്ല, ഡൽഹിയിൽ പ്രശ്നം ഉണ്ടായില്ല, മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒരു പ്രശ്നം തിരിഞ്ഞു നോക്കിയില്ല, അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ തിരിച്ച് മഹാരാഷ്ട്ര കടക്കുമ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. 3 മിനിറ്റ് കൂടെ ഉള്ളു. അതെ, 1.5 കിലോമീറ്റർ. എന്താ തോന്നണേ? പ്രശ്നം ഉണ്ടാവും. കാരണം ഇതുണ്ടായി എല്ലാം ലോറികള് യൂസ് ചെയ്യണ വഴിയാ ഈ വഴി. പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് യൂസ് ചെയ്യണ കാറുകൾ വരുന്ന ഒരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര നേരം. തിരക്ക് പിടിച്ചൊരു സ്ഥലമല്ല അത്, പിന്നെ ഒരു സിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല. ഇതിങ്ങനെ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ, ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന AH-47 ആണ് ഇത്, ഏഷ്യൻ ഹൈവേ 47. ഏഷ്യൻ ഹൈവേ എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ ഏത് സിറ്റീസിനെ കണക്ട് ചെയ്യണ ഞാൻ നോക്കിയപ്പോ ഒന്നും കാണിക്കുന്നില്ല. ഏഷ്യയിലത്തെ ഗ്വാളിയറും ഏഷ്യയിലത്തെ ബാംഗ്ലൂരും അങ്ങനെയല്ല, നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ പോരെ. ശരിക്കും ഏഷ്യൻ ഹൈവേസ് ഇന്ത്യക്ക് പുറത്തും എക്സ്റ്റൻഷൻ ഉള്ളതാണ്. കണക്ടിവിറ്റി ഉണ്ടാവാം, ഭാവിയിലൊക്കെ ഉണ്ടാവാം ചിലപ്പോ. ഇതിപ്പോ ഗ്വാളിയർ ടു ബാംഗ്ലൂർ 2200 കിലോമീറ്റർ, അങ്ങനെയാണ് ഈ ഏഷ്യൻ ഹൈവേ 47 കാണിക്കുന്നത്. അതിൽ നല്ല റോഡാണ്, അത്യാവശ്യം ടോളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. റോഡ് നന്നായി നമുക്ക് വേഗം സ്ഥലത്തെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ടോളൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അങ്ങനെ ഏതാ ബോർഡർ എത്തുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കിതൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഇരിക്കാം. അപ്പം അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, നമ്മളങ്ങോട്ട് കടന്നു. അവിടെ ജസ്റ്റ് ഒരു മാപ്പിലത്തെ ഒരു നമ്മുടെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡർ മറ്റേ മാപ്പിലത്തെ ബോർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബോർഡ് പോലും ഉണ്ടായില്ല വഴിയില്. അപ്പൊ പിന്നെ ഇനി കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മളിപ്പോ മഹാരാഷ്ട്ര പോലീസിന്റെ അണ്ടറിലാണ്. അതെ, എപ്പോഴും വേണേലും കൈ കാണിക്കാം. അപ്പൊ നമുക്ക് തിരിച്ചു കാണിച്ചിട്ട് ഫാമിലി റോഡ് ട്രിപ്പ്, ബൈ, സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മോർ ഇതൊക്കെ പറഞ്ഞിട്ട് പോവാം വിചാരിക്കാം. ഫോളോ ഫോർ മോർ. നമുക്ക് മറ്റേ വീഡിയോ എടുത്തു വെച്ചോ, വലിച്ചിങ്ങോട്ട് ഇട്ടോ. 4-ാം ദിവസത്തെ വീഡിയോ അല്ലേ, 3-ാം ദിവസത്തെ ഉണ്ട് അത്. അല്ല, ഇങ്ങനത്തെ മഹാരാഷ്ട്ര പോലീസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, നിങ്ങൾ മാറ്റി മറിക്കരുത് എന്ന് പറയാം. ഈ മോനെ ഞങ്ങള് മിഞ്ഞാന്ന് പിരിച്ചു വിട്ടു, ഇങ്ങനെ വീഡിയോയിൽ ചിരിച്ചു കളി തമാശ പറഞ്ഞു നിന്നേന്. നമ്മളങ്ങനെ വല്ലവരുടെ ബാക്കിയുള്ള പോലീസിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ അവർ പറയാം ഡിലീറ്റ് ചെയ്യാൻ പറയും. അതും പ്രശ്ന, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, കാണിച്ചു കൊടുക്കൂ. ആയാ മതി. രാജസ്ഥാൻ അല്ല മറ്റേ പഞ്ചാബ് ജലന്ധർ പോലീസ്, അയാളൊരു മണ്ടനായാണ്, നമ്മൾ ഇഷ്ടപ്പെട്ടു. അയാളെടുത്തെല്ലാം വീഡിയോ ഡിലീറ്റ് ചെയ്തു, പോലീസിന്റെ വീഡിയോ ഒക്കെ. എന്നിട്ട് അയാള് ബിന്നില് പോയി നോക്കണതിന് പകരം തംബ്നെയിലൊക്കെ പോയിട്ട് നോക്കിട്ട് അവിടെ കുത്തി നോക്കി, പഴയ ഫയൽസ് ഒക്കെ നോക്കിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഫോണൊക്കെ പൊളിച്ചെടുക്കുന്നു. കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പഴയത് സാറെന്നായി, പിന്നെ ബയ്യ മാറി പിന്നെ സാറായി. കാണിച്ചു, ഇതൊന്നും സംഭവിച്ചില്ല. വയ്യാത്ത ബയ്യ. ബിന്നിന്ന് നമ്മൾ റിട്രീവ് ചെയ്തു, അത്ര തന്നെ. ശരി, ഇനി ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരു പിടിപിടിക്കും, ബ്രഞ്ചാണ് പിടിക്കാൻ പോണത്. കാരണം നമുക്ക് സമയമില്ല, ഓടി ഇപ്പോഴത്തെ കണക്കിന് 2:20 എത്തുള്ളൂ. ഭക്ഷണം കഴിച്ചാൽ 3 മണിയാവും. നമ്മള് ഇറങ്ങിയപ്പോ 3:15 അതിപ്പോ 2:15. ഫുഡ് കഴിച്ചത് വീണ്ടും 3:15. എന്തായാലും കഴിക്കണം. നമ്മളാ ഇന്നലത്തെ പിസ്സയുടെ ബാക്കി ചെറിയ തുണ്ടൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ നല്ലൊരു സ്ഥലം നോക്കുക.
നോക്കൂ, ഫുഡ് കമ്മിറ്റി പണി ആക്റ്റീവ്. നമ്മൾ കണ്ടുപിടിച്ചു ദ സീ പാർക്ക്. എക്സ്പ്രസ് വേയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ദുലേന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു. ഹൈവേന്ന് ഒരു 10 മിനിറ്റ് ഡൈവേഷനുള്ളൂ. നല്ല റിവ്യൂസ് ഉള്ള സ്ഥലമാണ്. നമുക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. നമ്മൾ ട്രാവലിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥലം മാപ്പിൽ തപ്പിയെടുത്തിട്ട് വിളിച്ച് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇറങ്ങണത്. വളരെ എക്സ്പെക്റ്റേഷനിലാണ് പറഞ്ഞത്. നല്ല സ്പേഷ്യസ് ആയ സ്ഥലം, പക്ഷെ ഒരു മനുഷ്യല്ലേ. അത് കാരണം അവർക്ക് നല്ല ഉത്സാഹമായി. ബാറിലാണ് ഫുഡ് കഴിക്കുന്നത്. ബാറിലായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ബാർ ഓപ്പൺ ആയിട്ടില്ല, ആരും വന്നിട്ടില്ല. ഇവിടെ ഉച്ചയ്ക്കാണല്ലോ. പക്ഷേ കഴിക്കണ ഗുണം നല്ല രസമുണ്ടാവും എല്ലാ കാര്യങ്ങളും. സൂപ്പർ ഉള്ളല്ലേ? ദാൽ ഫ്രൈ, ഒരു ബക്കറ്റ് നിറയെ ദാൽ ഫ്രൈ. കങ്കു ചാവൽ ഒഴിവാക്കി ഇപ്പോൾ ഞാനുമ്മയാണ് മൊത്തത്തിൽ ട്രാവലിൽ. ഹെൽത്തി, വെയിറ്റ് ലോസ് നടക്കട്ടെ. മഹാരാഷ്ട്ര പോലീസ് പിടിച്ചു. ആൾക്ക് 500 രൂപ കൊടുത്താൽ 500 രൂപ കൈക്കൂലി. തിരിച്ചൊക്കെ കാണിച്ചു. എന്നിട്ട് പിന്നെ ആള് എന്നോട് മിണ്ടാണ്ടിരുന്നു, ഇവനെ വിടാൻ പറഞ്ഞു. അപ്പൊ ചെന്നപ്പോ ചെല്ലു വേഗം കൊടുത്തിട്ട് കയ്യിൽ കൊടുത്ത് സന്തോഷം പറഞ്ഞു വായോ. അയ്യോ, വീഡിയോ എടുക്കുന്നത് കാണരുത് കേട്ടാ. ഇപ്പൊ വീഡിയോ എടുക്കുന്ന കാണരുത്. എന്റെ ചിരി കണ്ടപ്പോ എനിക്ക് തോന്നി ആളത്തെ സുമാറല്ലാന്ന്. എന്തായാലും ലാഭായി. നമ്മള് പേടിച്ച പോലെ സംഭവിച്ചു. ഞാൻ ഈ പോലീസിനോട് നമുക്ക് റൈറ്റ് ലെഫ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ ബാക്കിലത്തെ റോമിനിയുടെ ബാക്കിൽ പിടിച്ച് പോയായിരുന്നു. നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് അവിടെ കൈങ്ങട്ടി ഇങ്ങനെ കുറച്ച് പോകാം. പക്ഷെ അവര് അപ്ലിക്കേഷൻ കൈ കാണിച്ചു. അവര് പറയണ നിങ്ങള് ഇത്ര പിന്നിലാണോ? ഹോ, കേരളത്തിൽ നിന്ന് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ഇല്ലാന്നുള്ളത് ഭയങ്കരം തന്നെ. പക്ഷെ പുള്ളിയുടെ ചിരി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആളത്ര കുഴപ്പക്കാരനല്ല. ഞങ്ങളൊരു സരസനായിട്ട് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു 30 ദിവസമായി സാറേ അലിഞ്ഞ് നടക്കണേ, ഈ 4 ദിവസത്തിൽ വീട്ടിലെത്തും, എന്നിട്ട് ഞങ്ങൾ ചെയ്തോളാം, ആദ്യത ചെയ്യാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആള് ഓൺലി 2000 രൂപ ഓൺലി എന്നൊക്കെ തമാശ പറഞ്ഞു. അപ്പൊ നമ്മള് വിട്ടു പോവാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവനെ വിളിച്ച് അതൊക്കെ ഇങ്ങനെ പറഞ്ഞേ. അവള് പറഞ്ഞത് മനസ്സിലായ കാര്യം അവളിങ്ങനെ പറഞ്ഞു, 2000 rupees ഫൈൻ ഓർ റെസീറ്റ്. പിന്നെന്താ പറഞ്ഞ ആള്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നേരായ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു ഓർ പൈസ തും ഇഷ്ടമുള്ള പോലെ എന്താ പറഞ്ഞു, മനസ്സിലുള്ള തോന്നണ പോലെയാണ് ചെയ്യാൻ പറഞ്ഞു. ചോദിച്ചു 2000 രൂപ ഫൈനൽ സ്ഥിതിക്ക് 200 രൂപ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ അത് കൂടുതൽ സംസാരിക്കേണ്ടി വരും. തമിഴ്നാട്ടിലൊക്കെ 100 രൂപയിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കർണാടകയിൽ 20 രൂപയ്ക്ക് കൊടുക്കാറ്. അത് പക്ഷെ ഹെൽമെറ്റിനൊക്കെ 250 രൂപയുടെ ഫൈന് 20 രൂപ കൊടുത്ത് വിടും. വലിയ സാധനല്ലേ, ഹൈ സെക്യൂരിറ്റി രജിസ്റ്റേർഡ് പ്ലേറ്റ് അല്ലേ. മറ്റേ 2000 കൊടുത്ത റെസീറ്റ് ഉണ്ട് 7 ദിവസത്തേക്ക്. ഇത് ഇനി ആവശ്യമില്ല. അല്ല, വഴിയിലെങ്ങനെ ചോദിക്കണെങ്കില് ആ ചേട്ടന് കൊടുത്തിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും തൽക്കാലം തടി കഴിച്ചിലാക്കി. 2000 രൂപയ്ക്ക് പകരം 500 രൂപ രാവിലെ പ്രതീക്ഷിക്കുക. അതെ അതെ. എങ്ങനെ ഇവര് വഴികൂടെ ഇങ്ങനെ പാഞ്ഞു പോണ വണ്ടിയുടെ പ്ലേറ്റ് കാണുന്നത്? നമ്മള് പാഞ്ഞല്ലല്ലോ പോകണ്ടായിരുന്നു, നമ്മളവിടെ ഹമ്പ് ചാടായിരുന്നല്ലോ. എന്നാലും നല്ല സ്ട്രൂഡാണ് കേട്ടാ. കൃത്യനിർവഹണത്തിന് എന്തൊരു ശ്രദ്ധ. നമ്മള് ഇഷ്ടമില്ലെങ്കിലും ഇതിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകേണ്ടി വന്നൊരു വിഷമമുണ്ട്. കൈക്കൂലി കൊടുക്കുക എന്നുള്ളൊരു രീതി. കൈക്കൂലി അല്ല, ഒരു സന്തോഷം വിചാരിച്ച് പോവാ. ಎಲ್ಲೂರ ಚಿತ್ತಾರ ಶಿಲೆಯಲ್ಲಿ ಅಜಂತ ಎಲ್ಲೂರ ಚಿತ್ತಾರ ಶಿಲೆಯಲ್ಲಿ ಅದೆಲ್ಲ ನಾ
കാണുന്ന മലനിരകളിലായിരിക്കുമോ നമ്മുടെ എല്ലോറ കേവ്സ്? ആഹാ, systems go. Time hasn't died. Deep in my bones, straight from inside. ആ നമ്മുടെ ഊഹം തെറ്റിയില്ല, നമ്മൾ ആ മലയിലേക്ക് തന്നെയാണ് കയറണത്. പെട്ടെന്ന് നമ്മള് മലയുടെ മുകളിലെത്തിയില്ലോ. ഇതിങ്ങനെ സംഭവിച്ചു. മലയിലേക്കുള്ള റോഡ് എന്ന് പറയുക. നല്ല പെട്ടെന്ന് അങ്ങനെ കയറണ പോലെ തോന്നിയില്ല. എന്തായാലും കള്ളി പുൽച്ചെടികളാണ് ഫുള്ള് കാണുന്നത് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള പാറക്കെട്ടുകൾ മാത്രമാണ്. സോളാർ പാടാണ് അല്ലേ അത്? താഴെ ഫുൾ താഴെ സമർപ്പണം. ഈ മലയുടെ പേരെന്താ പറഞ്ഞ? പോയി മലയുടെ പേരെന്താ? ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ അജന്ത അല്ല എല്ലോറ കേവ്സ്. എന്തുമാത്രം സോളാർ പാടങ്ങളാണ് കാണുന്നത്. അടിപൊളി. സോളാർ എനർജി ഇത്ര ഡെവലപ്ഡ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയില്ല. ഓഹോഹോ, നമ്മളിപ്പോൾ കന്നഡ് ഘാട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓട്രം ഘാട്ട് നല്ല നട്ടുച്ചയാണ്, പക്ഷേ ദൂരത്തേക്ക് അങ്ങനെ എത്ര ക്ലാരിറ്റി ഇല്ല. ഒരു പുക പോലെ പൊടി പോലെയൊക്കെ തോന്നുന്നുണ്ട്. താഴെ കാണുന്നത് അത്ര പച്ചപ്പൊന്നും ഇല്ലാത്ത ഒരു വരണ്ട സ്ഥലം പോലെയാണ്. പക്ഷേ ഇവിടെ ട്രാക്ടറൊക്കെ പോകുന്നുണ്ട്. എല്ലോറ കേവ്സ് നിൽക്കുന്നത് വേരൂൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഒരു കാർഷിക ഗ്രാമമാണ്. ഈ കന്നഡി ഘാട്ടൊക്കെ കടന്നിട്ട് നമ്മൾ ഒരു 40 മിനിറ്റ് കൂടി പോണം. എന്നിട്ട് ചരണാദ്രി ഹിൽസ്. നല്ല വ്യൂ പോയിന്റ് വരുന്നുണ്ട്. പക്ഷെ ഒരു ക്ലൗഡിയാണ്. സൺസെറ്റ് പോയിന്റ് ഒക്കെയാണ്. സൺസെറ്റിന്റെ സമയമാകുമ്പോ സഹ്യാദ്രി ഹിൽസ് ഇങ്ങനെ നിരന്ന് പരന്ന് എടുക്കുന്നുണ്ട്. സഹയാത്രി ഹിൽസ്, സഹ്യാദ്രി കൊക്കോള ഓടിക്കായിരുന്നു അല്ലേ? പെട്ടെന്ന് തോന്നിയാ കണ്ടപ്പോ തോന്നിയത് എനിക്ക്. അപ്പോ ചരണാദ്രി ഹിൽസിലാണ് നമ്മുടെ എല്ലോറ കേവ്സ്, അജന്ത ഹിൽസിലാണ് അജന്ത കേവ്സ്. അപ്പോൾ ഘാട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഹൈവേയില് നല്ലൊരു രസമായിട്ട് ഇങ്ങനെ ബൊഗൈൻവില്ല പൂത്തുലഞ്ഞ് കിടക്കുന്നുണ്ട്. കിലോമീറ്ററോളം നീളത്തില് എല്ലാ കളറ് ബൊഗൈൻവില്ലയും, പിന്നെ രാജമല്ലിയും പവിഴമല്ലിയും ഒക്കെ ഉണ്ട്. NH52 ഇത് ഔറംഗാബാദിലേക്ക് പോണ റോഡാണ്, ഹൈവേ ആണ്. നമ്മൾ ദുലയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഗ്ര ഹൈവേ റൈറ്റിലേക്ക് പോയി നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഈ റോഡിലൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എല്ലോറയിലെത്തി. എല്ലോറയുടെ ലോക്കൽ പേര് വേരൂൽ എന്നാണ്, വേരൂൽ ഗ്രാമം. ഇവിടെ ധാരാളം കാവിക്കൊടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലെ അവസാനത്തേതായിട്ടുള്ള കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ടെമ്പിൾ. ആ ക്ഷേത്രത്തിൻ്റെ കവാടാണ് ഈ കാണുന്നത്. കമാനം ജ്യോതിർലിംഗ എന്ന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും വലിയ കമാനാണ്, വലിയ ക്ഷേത്രമായിരിക്കും. അങ്ങനെ നമ്മൾ 2:30 ഓടിയെത്തി എല്ലോറ കേവ്സിന്റെ അടുത്തേക്ക്. ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ് ആവോ? അതെ, ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കി. അത് പൈസ പോയി, പക്ഷെ ടിക്കറ്റ് ഡൗൺലോഡ് ആയില്ല. ടിക്കറ്റായിട്ട് വന്നിട്ടില്ല. നമുക്ക് ആ പേയ്മെന്റ് സക്സസ് എന്നുള്ളത് കാണിച്ച് നോക്കാം. 35 രൂപ ഉള്ളൂ ഓൺലൈൻ ചെയ്യുമ്പോൾ ഒരാൾക്ക്. വെൽക്കം ടു ദ എല്ലോറ കേവ്സ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഏഷ്യൻ കടയും കച്ചവടവും എനിക്കൊക്കെ ഉണ്ട്. പാർക്കിംഗ്, സ്ട്രൈറ്റ് പാർക്കിംഗ്. എല്ലാവരും സൺസ്ക്രീനൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡി ആയില്ലേ? ഇത് ഇത്തിരി കുറവുണ്ട് കേട്ടാ, 39 ഡിഗ്രി ഉള്ളൂ. ഇന്നലെയൊക്കെ 45 ആയിരുന്നല്ലോ. അങ്ങനെ 100 രൂപി പാർക്കിംഗ് അത്യാവശ്യം നല്ല നൈസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പാർക്കിംഗ് ആണ്. ഓർഗനൈസ്ഡ് ആണ്. കവേർഡ് ആണെന്ന് പറയാനൊന്നും പറ്റില്ല. വെയിലിനൊരു ചെറിയ മറ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്ത് നടക്കാം. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനായിട്ട് വണ്ടിയിൽ ഇരുന്ന് തന്നെ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ പൈസ കട്ടായി, പക്ഷേ ടിക്കറ്റ് വന്നില്ല. അപ്പോൾ വേഗം നടക്കാം, 6 മണിക്ക് അടയ്ക്കും. പക്ഷെ ഇവിടെ നല്ല സിസ്റ്റം ഉണ്ട് കേട്ടോ. അവിടെ കൗണ്ടറിൽ കാണിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഓഫീസർ
നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ചെക്ക് ചെയ്യാം, ട്രാൻസാക്ഷൻ ID വെച്ച് നോക്കാം, നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ഒരു സെറ്റപ്പാണ് മൊത്തത്തിൽ. ഓരോ കേവ്സിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ചരണാർദ്രി ഹിൽസിൻ്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് 1 തുടങ്ങും, അങ്ങനെ 34 വരെ ഉണ്ട്. ആദ്യത്തെ ഒരു 10-24 എണ്ണം കുറച്ച് അടുത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വണ്ടിക്കൊക്കെ പോകേണ്ടി വരും, അല്ലെങ്കിൽ കുറേ നടക്കാനുണ്ടാവും. നമുക്ക് എന്തായാലും 1 തൊട്ട് തുടങ്ങാം. 3 സെറ്റ് കേവ്സാണുള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലോറ കേവ്സിൽ 3 സെറ്റ് കേവ്സ് ആണുള്ളത്. 1 തൊട്ട് 12 വരെ ബുദ്ധിസ്റ്റ് കേവ്സ്, 13 തൊട്ട് 29 വരെ ഹിന്ദു ടെമ്പിൾസ്, പിന്നെ 30 തൊട്ട് 34 വരെ ജെയിൻ ഷ്രൈൻസ്. നമ്മൾ 1 മുതൽ കാണാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം കാണാം, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ 12 കേവ് നമ്പർ 12 ഈസ് വെരി ഫേമസ്, അപ്പോൾ ആദ്യം അത് കാണാം. ഇതാണ് ബുദ്ധിസ്റ്റ് ഗ്രൂപ്പിലെ ഏറ്റവും വലുത്. സ്കൂള് പോലെ അത് ഈ 3 നിലകാരനാണ്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവല്ലി കേവ്സ് പോലെ ഉണ്ട്. നമ്മുടെ വിജയവാഡ ഇതിൽ നമ്മൾ കഴിഞ്ഞ ട്രാവലിൽ കണ്ടത്. ഈ ഒരു 3 നിലയായിട്ട് 3 സ്റ്റോറി ഇതിനുള്ളിൽ കൊത്തി ഉള്ളിൽ നിന്ന് സാധനങ്ങൾ എടുത്തെടുത്ത് കളഞ്ഞാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. റോക്കറ്റ് ടെമ്പിൾസ് ആണ് ഇത്. BC 2-ാം നൂറ്റാണ്ട് തൊട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കാലഗണന. BC 2-ാം നൂറ്റാണ്ട് AD 10th സെഞ്ചുറി വരെ. എക്സ്കവേറ്റ് ചെയ്തത് 6-ന് ശേഷം 10-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ. അപ്പോൾ ഒരു കേവാണിത് 12. നമുക്ക് കയറി നോക്കാം. 3 നില ഉയരത്തിൽ ഇത് ഈ പാറ മുഴുവൻ തുറന്നുണ്ടാക്കിയിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. അതുപോലെ സന്യാസികൾക്ക് താമസിക്കാനായിട്ടുള്ള റൂമുകളുണ്ട്. അതാ നോക്കൂ, ഇതിൻ്റെ ഒരു പില്ലറുകളുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ, ഭയങ്കര മാസീവായിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. അതുപോലെ ബോധിസത്വ ബുദ്ധ ശില്പങ്ങൾ, പ്രതിമകൾ ധാരാളം ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കണം. മെയിൻ സെൻട്രൽ ഹാളിൽ തന്നെ വലിയൊരു ബുദ്ധയുണ്ട്. പക്ഷെ നല്ല ഇരുട്ടാണ്. ഈ മലയുടെ ഗർഭത്തിലാണല്ലോ അല്ലേ നമ്മൾ നിൽക്കണത്, ഉള്ളിൻ്റെ ഉള്ളിൽ. നല്ലൊരു വലിയൊരു ബുദ്ധൻ ഇരിക്കുന്നുണ്ട് ഈ കേവ് നമ്പർ 12-ൻ്റെ ഉള്ളിൽ. തീരെ വെളിച്ചമില്ല, തങ്കുപോയി ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റിലുണ്ട്. ആഹാ, ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് ലൈറ്റ് അടിച്ച്. യെസ്, ഉള്ളൊക്കെ കുറച്ച് ലൈറ്റ് ഇട്ട് വെച്ചെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ പ്രതിമയ്ക്ക് എന്തെങ്കിലും കേടുപറ്റുമായിരിക്കും, അതുകൊണ്ടാവും ലൈറ്റപ്പ് ചെയ്യാത്തത്. നല്ല കാർവിങ്സ് ആൻഡ് ഓസ്റ്റിനപ്പോഴേക്കും എല്ലോറ കേവ്സിന്റെ വെർച്വൽ ടൂർ സെറ്റ് ചെയ്തു. അത് നന്നായി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കണ്ടുപോവാം. and 42 feet in depth. Ceiling of the hall is supported by 3 rows of 8 pillars. In the center is an antechamber leading to main shrine. Antechamber is supported by 2 rows of 3 pillars each. മുകൾ നിലകൾ കുറേയും കൂടി ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി സൂര്യൻ ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് അടിക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുമാത്രം ശില്പങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓഫ്, ഈ ക്ഷമയോടെ ഈ പാറ തുറന്ന് ഇങ്ങനെ കാർവ് ചെയ്തെടുത്ത ഒരു കരിങ്കല്ലിൽ കൊത്തിയ മഹാകാവ്യം എന്ന് തന്നെ പറയണം. ഒരെണ്ണം കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായൊരു അപ്രീസിയേഷൻ തുടങ്ങി കേട്ടോ. നമ്മൾ എത്രയോ കാലമായി എല്ലോറ കാണണമെന്ന് ഇങ്ങനെ കാത്തിരിക്കണം. ഈ കേവ് നമ്പർ 12 അതിൻ്റെ ഒരു വലുപ്പം കൊണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തും. അത് ഈ മലയുടെ ഉള്ളിൽ ഇത്രയും വിശാലമായ ഒരു ഏരിയ, അതും 3 നിലകളായിട്ടുള്ള ഒരു കെട്ടിടമായിട്ട്. ഇതിൽ ചുമരുകളിൽ നിറയെ ബോധിസത്വ ബുദ്ധ ശില്പങ്ങളും അതുപോലെ ബുദ്ധമതത്തിൻ്റെ മറ്റ് ഐക്കൺസും ഒക്കെ ധാരാളമായിട്ട് കാർവ് ചെയ്തിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ശില്പങ്ങൾ തന്നെയാണ്, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ശില്പങ്ങൾ. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും ടെമ്പിളും ഒത്തുചേർന്ന സ്ഥലമായിരിക്കും. യഥാ ചുമരുകളിൽ നിറയെ ബുദ്ധന്മാർ. 6-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇത്രയും വലിയൊരു ബുദ്ധ വിഹാരം പണിയണമെങ്കിൽ ഇവിടെ ശക്തമായ ഒരു ബുദ്ധമത സ്വാധീനം, ഒരു പാരമ്പര്യം നിലനിന്നിരുന്നു എന്നും കൂടിയുള്ള എൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ എല്ലോറയിലെ ഈ തീൻ താൽ എന്നറിയപ്പെടുന്ന 3 നില ബുദ്ധവിഹാരം. ബുദ്ധിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിലെ അടുത്ത ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് കേവ് നമ്പർ 10 അഥവാ വിശ്വകർമ്മ ഗുഹ, കാർപ്പൻറ്റേഴ്സ് കേവ് എന്നറിയപ്പെടുന്നത്. നല്ല മൈന്യൂട്ടായിട്ടുള്ള കാവിങ്സ് ഒക്കെ ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള മുഖപ്പും ഒക്കെയുള്ള ഒരു പ്രത്യേക വാസ്തുവിദ്യ രീതിയാണ് ഇതിൻ്റെ. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സി ഷേപ്പ് ഇതിനൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പൂമുഖമൊക്കെയുള്ള പോലെ ആണ് ഇത് പ്രത്യേകിച്ച് തോന്നുന്നത്. അതിൻ്റെ പില്ലേഴ്സും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്.
ഈ ചൈത്യ ഹാളിൻ്റെ അറ്റത്ത് ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമ, പൂർണ്ണക്കായ പ്രതിമ. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുകളിലെ ഈ റിബ്ഡ് ആർക്കിടെക്ചറാണ്. മരം കൊണ്ട് എന്ന പോലെ ഈ കല്ലിൽ കൊത്തി കൊത്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വളരെ വിസ്മയകരമായിട്ടുള്ള ഒന്നാണ്. ശരിക്കും നമ്മൾ വാവ് എന്ന് അന്തിച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ശില്പകലാ വൈദഗ്ധ്യം, ഒന്നും പറയാനില്ല. ഇറ്റ്സ് മാർവലസ്. കേവ് നമ്പർ 8 പോലെയുള്ള ചില മൈനർ കേവ്സൊക്കെ ചിലപ്പോൾ അപൂർണമായതോ പണി പാതിയിൽ നിർത്തിയതോ ഉപേക്ഷിച്ചതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും ചില ശില്പങ്ങളൊക്കെ അവിടെയും കാണാം. ഗുഹകൾക്കുള്ളിൽ മാത്രമല്ല, ഈ നടക്കുന്ന വഴിയിലും ചുമരുകളിലൊക്കെ ചില ശില്പികൾ അവരുടെ കരവിരുത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കടുപ്പമുള്ള കൂറ്റൻ കരിങ്കൽ പാറക്കെട്ടിനെ ഇങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ, ഒരു വാസ്തുവിസ്മയമായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ എത്രയോ ശില്പികൾ എത്രയോ വർഷങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാവും. ശാക്യമുനി ബുദ്ധ. കേവ് നമ്പർ 5 വളരെ വിശാലമായിട്ടുള്ളൊരു അസംബ്ലി ഹാളാണ്. ബുദ്ധിസ്റ്റ് മോങ്കുകൾ അസംബിൾ ചെയ്തിരുന്ന ഒരു സ്ഥലം. പ്രെയർ ഹാളായിരിക്കാം, മറ്റു മീറ്റിങ്സിനായിരിക്കാം. എന്തു തന്നെയായാലും അതിൻ്റെ വലുപ്പം കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും എത്രമാത്രം ശക്തമായിരുന്നു ഈ പ്രദേശത്തെ ബുദ്ധമത സ്വാധീനം എന്നുള്ളത്. ഈ ഹാളിന് ഇരുവശത്തുമായിട്ട് കല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാറയ്ക്കുള്ളിൽ കൊത്തിയെടുത്ത ചെറിയ മുറികളുണ്ട്. ബുദ്ധസന്യാസികൾ താമസിച്ച് ധ്യാനിച്ചിരുന്നതാവും. ഈ സീലിംഗ് ഇങ്ങനെ കാലപ്പഴക്കം കൊണ്ട് റപ്ചേർഡായി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേവുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ 1 മുതൽ തുടങ്ങാമെന്ന് വെച്ചു. കേവ് നമ്പർ 1 പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ പില്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം കേവ് നമ്പർ 2 പുറത്ത് തന്നെ ധാരാളം ബുദ്ധശില്പങ്ങൾ കാർവ് ചെയ്തിട്ടുള്ള നല്ല ഒരു മൊണാസ്ട്രിയാണ്. അതിന് പുറത്തും ഉള്ളിലും ശില്പങ്ങളുണ്ട്. ബോധിസത്വ ശില്പങ്ങൾ തന്നെയാണ് ദ്വാരപാലകർ. അതുപോലെ തന്നെ ഉള്ളിൽ ഇത് വലിയൊരു മൊണാസ്ട്രിയാണ്. ഉള്ളിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സിംഹപ്പുറത്തിരിക്കുന്ന ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമയാണ് ഗർഭഗൃഹത്തിൽ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉൾത്തളങ്ങളുള്ളത് ഈ കേവ് നമ്പർ 5-നാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ധാരാളമായിട്ട് വലുതും ചെറുതുമായിട്ടുള്ള പ്രതിമകളും. അമ്മനെ കേവ്സിനുള്ളിൽ തിരിച്ചറിയാൻ പറ്റുള്ളല്ലോ.
മേജർ കേവ്സ് ഒന്ന് വിശദമായി കണ്ടിട്ട് നമ്മൾ ഈ മൈനർ കേവ്സ് ഒന്ന് ഓടി നടന്ന് കാണുകയാണ്. കേവ് നമ്പർ 9 വളരെ സിമ്പിളാണ്, ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന രീതിയിലാണ്. ഒരുപാട് അറകളൊന്നുമില്ലാതെ ഉൾത്തളങ്ങളില്ലാതെ ഒരു പ്ലെയിൻ വോളായിട്ടാണ് ഇരിക്കുന്നത്. ഈ പാറയ്ക്ക് ഇവിടെ ഒരു പക്ഷേ വീതി കുറവായിരിക്കാം. ഈ ഒരു മല ഇങ്ങനെയാണ് നിൽക്കുന്നത്, അതിൽ ആവുന്നത്ര കൊത്തുപണികൾ നടത്തുക എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലൊരു തേനീച്ചക്കൂട്. ഇവിടെ മുഴു ശില്പങ്ങൾക്കല്ല, ചുമർ ചിത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. सारी क्रॉस का बनता है, पर है ना बताइए ये पूरा वॉशेबल है मैडम, आपको उसमें कलर मिलेगा अलग अलग. अच्छा फैमिली के लिए, गिफ्ट के लिए, प्रेजेंट के लिए कितना डिजाइन आपको मिला? അങ്ങനെ നമ്മൾ ബുദ്ധക്ഷേത്രങ്ങൾ കണ്ടതിന് ശേഷം വന്ന് നിൽക്കുന്നത് എല്ലോറയിലെ കൈലാസത്തിന്റെ മുമ്പിലാണ്. കൈലാസ ക്ഷേത്രം, കേവ് നമ്പർ 16. ഇതിന്റെ മുഖപ്പാണ് ഈ കാണുന്നത്. എത്രയോ മാസീവായിട്ടുള്ള ഒരു മുഖപ്പാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാ അകത്ത് കടക്കുമ്പോൾ ഇതാ ഒരു കൈലാസം, മോണോലിത്തിക് കൈലാസ, ലോകത്തെ തന്നെ ഏറ്റവും മാസീവായിട്ടുള്ള മോണോലിത്തിക് സ്ട്രക്ചറാണിത്. പരമശിവന്റെ കൈലാസത്തെ ഇവിടെ ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാറയിൽ നിന്ന് കൊത്തിയെടുത്തൊരു ക്ഷേത്ര സമുച്ചയം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ശരിക്കും നമ്മൾ കല്ല് കെട്ടി പടുക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വലിയ പാറക്കല്ലിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇതിൽ നന്ദി മണ്ഡപം, മാനശില്പങ്ങള്, രാമായണ മഹാഭാരതം, ശിവപുരാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിമകള്, അങ്ങനെയുള്ള കഥകള് പല നിലകളിലായിട്ട് നടന്നു കാണാൻ പാകത്തിന് വിസ്മയകരമായി ഒരുക്കിയിട്ടുണ്ട്. His front right hand is held in Abhaya Hasta, gesture of fearlessness, and his front left hand is in Brahma Hasta, ഇത്ര സങ്കീർണവും സൂക്ഷ്മമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ വലിയ ഭീമാകാരമായ ഒരു മലയിൽ നിന്ന് ഈ ക്ഷേത്ര സമുച്ചയത്തെ എങ്ങനെ ഈ ശില്പികൾ പുറത്തെടുത്തു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അവരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് മുമ്പിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ കെട്ടിപ്പടുക്കുന്ന കെട്ടിടങ്ങളും ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നതൊക്കെ വെറും നിസ്സാരാണെന്ന് തോന്നും. എല്ലോറയ്ക്ക് യുനെസ്കോ ലോക പൈതൃക പദവി കിട്ടാനായിട്ടുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ഈ വിസ്മയകരമായിട്ടുള്ള കൈലാസ ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നതും ഇവിടെ തന്നെയാണ്. മൈക്കലാഞ്ചലോ പറഞ്ഞതുപോലെ, ഐ സോ ദ ഏഞ്ചൽ ഇൻ ദ മാർബിൾ ആൻഡ് കാർവ്ഡ് അൻറ്റിൽ ഐ സെറ്റ് ഹിം ഫ്രീ. ഈ വലിയ മലയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഈ ശില്പികൾ കണ്ടു. അവരാ കല്ല് കൊത്തിക്കളഞ്ഞ് കൈലാസയെ ലോകത്തിന് സമർപ്പിച്ചു. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് കേവ് നമ്പർ 16, ദ കൈലാസ. അപ്പോൾ നമ്മുടെ എല്ലോറ വിസിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് ജെയിൻ കേവ്സ് ആണ് അറ്റത്തുള്ളത്. 30 തൊട്ട് 34 വരെയുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഈ വണ്ടിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. നല്ല കാറ്റടിച്ച് നല്ല സുഖമായിട്ട് പോവാം. സുഖം കണ്ടിരുന്നത് അപ്പോൾ ജെയിൻ കേവ്സ് വളരെ അടുത്താണ്, ഒറ്റ സ്ട്രെച്ചിലാണ്. 30 തൊട്ട് 34 വരെ 5 എണ്ണം മാത്രമാണ്. അപ്പോൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. തങ്കൂന് ഇങ്ങനെ ഗുഹകൾ കയറി ഇറങ്ങി വെയിലും കൊണ്ടിട്ടായിരിക്കാം ചെറിയൊരു തലയേറ്റിൽ പോലെയൊക്കെ തോന്നി ലാസ്റ്റ് ആയപ്പോഴേക്കും. അത് മാറിക്കോളും, നട്ടുച്ചയല്ലേ വെയിൽ കൊണ്ട് നടന്നത്, ഓക്കെ ആവും. അങ്ങനെ ബുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ഹിന്ദു ധർമ്മത്തിലേക്കും അവിടെ നിന്ന് പിന്നെ ജൈന പാരമ്പര്യത്തിലേക്കും അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് ശരിക്കും നമ്മൾ ഈ എല്ലോറ കേവ്സിൽ കൂടെയുള്ള നമ്മുടെ ഈ കാഴ്ചകൾ. ഈ മതങ്ങളുടെ സഹവർത്തിത്വം, മനുഷ്യരുടെ കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരേ മലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇതിങ്ങനെ കൊത്തിയെടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ഒരേ സ്ട്രെച്ചിൽ നടന്ന് കാണാവുന്നത്. ഇത് കേവ് നമ്പർ 32, ഇന്ദ്രസഭ എന്നും കൂടി അറിയപ്പെടുന്ന ജൈന ക്ഷേത്രമാണ്. വലിയ തൂണുകളിലുള്ള ഒരു പ്രവേശന കമാനം. അതിനുള്ളിൽ കടക്കുമ്പോൾ നേരെ തന്നെ നല്ല ഭംഗിയുള്ള കൊത്തുപണികൾ, സൂക്ഷ്മമായ കൊത്തുപണികളുള്ള നല്ലൊരു മുഖമണ്ഡപം. അതിനുള്ളിൽ ജൈന തീർത്ഥങ്കരൻ്റെ പ്രതിഷ്ഠ കാണാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ആന നിൽക്കുന്നുണ്ട്. പക്ഷെ കൈലാസ ക്ഷേത്രത്തിൽ കണ്ട ഭീമൻ ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഈ 5 ജൈന കേവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേവ് നമ്പർ 32 ഇന്ദ്രസഭ. കീപ് യുവർ ഫുട്വെയർ ഔട്ട്സൈഡ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെരുപ്പ് കൂരിയിട്ടു ഷൂ ഒക്കെ. പക്ഷെ ഇവിടെ എല്ലാവരും ഇട്ടിരിക്കുന്നുണ്ട്. എന്തായാലേ നല്ല സുഖാലേ കാറ്റടിച്ചിങ്ങനെ നിൽക്കാൻ. തങ്കൂന് നല്ല ക്ഷീണുണ്ട്. അപ്പോൾ വി ആർ ചെക്കിംഗ് ഇൻ അറ്റ് ഹോട്ടൽ ശിവ് പാലസ്. ശിവ് പാലസ് അടിപൊളി പുതിയ സ്ഥലമാണ്, ജസ്റ്റ് ന്യൂലി കൺസ്ട്രക്റ്റഡ്. നമുക്ക് ഇത്തവണ പുതിയ സ്ഥലങ്ങൾ കുറേ കിട്ടിട്ട് കേട്ടോ, ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. നല്ല സിമ്പിൾ, ക്ലീൻ ആൻഡ് നീറ്റ് ലുക്ക്, അത് മതി. അവിടെ 3-4 മുറിയുള്ളൂ. അതാ നേരെ കാണുന്നതാണ് നമ്മുടെ റൂം. വാട്സ് എ ഫാമിലി റൂം. സോ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 4 ബെഡഡ്.
പിന്നെ 2 റൂമും കൂടി ഉള്ളു അവിടെ. പിന്നെ ഒരു മുകളിൽ പണിയാൻ പോകണു. ഇത് മാനേജേഴ്സ് ക്യാബിൻ്റെ ഓണറാണ്, ഇത് യോഗേഷ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനിയുണ്ട് നൈസ് ഫ്രഷാണ്. സോ ഇറ്റ്സ് ഗുഡ്. അദ്ദേഹം ആളുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഭാര്യയോട് വിളിച്ച് പറഞ്ഞിട്ട്. പുള്ളിയാണ് ഈസ് ദ ഓണർ ഓഫ് ദ പ്ലേസ്. ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഇവിടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്. കാര്യമായിട്ട് ഭക്ഷണമൊന്നും വേണ്ടാന്നാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആള് വീട്ടിൽ വിളിച്ചിട്ട് ഹോംലി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറും ചപ്പാത്തിയും കുറച്ച് പപ്പടം സബ്ജി ഒക്കെ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റിയാണ്. ജീര റൈസ് കറി. പിന്നെന്തോ ചപ്പാത്തിയിലെന്തോ ആലുവാ രസം, ആലു പൊട്ടറ്റോ അല്ല ആലു പൊറോട്ട. ഇവർക്കൊന്നും ഭക്ഷണം വേണ്ടെന്ന് പറയണ്ടായിരുന്നു. ജ്യൂസിന് ഒന്നും വേണ്ട, തമ്മിൽ വലിയ ഫ്രൂട്ട്സ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. അതപ്പോൾ നമ്മുടെ ഞാനെടുക്ക് എന്തായാലും പുള്ളി വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇതൊക്കെ സെറ്റാക്കി കൊണ്ടു. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. ബട്ടർ എടുത്ത് വന്ന് അപ്പോൾ ഇത് കഴിച്ച് നമ്മൾ വേഗം കിടന്നുറങ്ങുന്നു. നാളെ എത്ര മണിക്ക് പോകണം? 6 മണിക്ക് പോയാൽ നന്നായിരിക്കും. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അജന്തി മെല്ലോറയൊക്കെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെ 9 to 6. പക്ഷേ ഇവർ പറയുന്നു 6 to 6 ആണ് അജന്തി മെല്ലോറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പോയാൽ വെയിൽ ആവണതിന് മുൻപ് അജന്ത കണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും അവസാനിപ്പിക്കാം. എന്നിട്ട് ഔറംഗാബാദിലേക്ക് വരാം, അവിടെ കാണാം. ഔറംഗാബാദ് ഇപ്പൊ ഛത്രപതി ശിവജി നഗറാണ്. സോ 29th day signing off. Good night from everyone. Good night. Good night.